വന്നണയുന്നു ദൈവസുതൻ മണ്ണിനു ശാന്തി പകർന്നിടുവാൻ നീതി കൊളുത്താൻ ഈ ഉലകിൽ വാനവധർമ്മം സ്ഥാപിക്കാൻ. നിത്യപിതാവിൻ തനയനിതാ മർത്യകുലത്തിനു സമ്മാനം തന്റെ പ്രവാചകർ വഴിയായി മുൻപേ അരുളി തിരുവചനം. കാലത്തികവിൽ സകലേശൻ പുത്രൻ വഴിയായി മൊഴിയരുളി പാപകടങ്ങൾ നീക്കിടുവാൻ രക്ഷകനിന്നു പിറന്നല്ലോ. മഹിമകൾ നിറയും സ്വർഗ്ഗത്തിൽ നിന്നു പിറന്നു ദൈവസുതൻ വചനം മാംസമണിഞ്ഞല്ലോ മാനവനിരയിൽ പാർത്തിടുവാൻ. ആട്ടിടയന്മാർ വാഴ്ത്തുകയാ ബത്ലേം പുരിയിൽ തിരുസുതനെ കീർത്തിക്കാമ തിരുനാമം പാർത്തലമതിൽ നാം എന്നാളും. വന്നണയുന്നു ദൈവസുതൻ മണ്ണിനു ശാന്തി പകർന്നിടുവാൻ നീതി കൊളുത്താൻ ഈ ഉലകിൽ വാനവധർമ്മം സ്ഥാപിക്കാൻ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സാധാരണ പള്ളിയിൽ പോകാത്തവർ പോലും പള്ളിയിൽ പോകുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസിൽ അധികം പേർക്കും പള്ളിയിൽ പോയി ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖമുണ്ട്. ആ ദുഃഖത്തെ ലഘൂകരിക്കാൻ ശാലോം ടെലിവിഷനിലൂടെ ക്രിസ്മസിലെ ശുശ്രൂഷകൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ ദുഃഖവും സങ്കടവുമൊക്കെ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് പരിഹരിക്കാം. ദേവാലയത്തിൽ പോകുമ്പോൾ കിട്ടുന്നത് പോലെയുള്ള ആത്മീയ അനുഭൂതിയും അതിനേക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹവും ഈ ശുശ്രൂഷയിലേക്ക് കിട്ടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ പല സ്ഥലങ്ങളിലാണെങ്കിലും ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് നമുക്കൊന്നിച്ച് ഒരു സമൂഹമാകാം. എല്ലാവർക്കും ഈ ക്രിസ്മസ് വലിയ സന്തോഷത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും അവസരമാകുന്നതിന് പരസ്പരം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് കടക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. അതുപോലാത്മജനും ഭൂതായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം ദാതാവിൻ സ്തുതിതൻ നീ സ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഉന്നത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതരണനായ മിശിഹായെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രാണ കർമ്മത്തിൻ്റെ ഫലങ്ങൾക്ക് അർഹരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെന്നും വാഴുന്നു. നിത്യം ഭൂമി യാമോദം. ആനന്ദത്തിൽ മുഴുകട്ടെ ദീപസമൂഹവും അനവരതം. പാർത്തലമാകി ഭരിച്ചിടും കർത്താവിൻ തിരുസന്നിധിയിൽ മെഴുകായുരുകിയൊലിക്കുന്നു കൊടുമുടിയേന്തും ശൈലങ്ങൾ. നിസ്തുലമാകും തന്നീതി ഉദ്ഘോഷിക്കും ആകാശം. ജനതകളെല്ലാം അവിടുത്തെ മഹിമകൾ കണ്ടു നമിക്കുന്നു.
പ്രാപിച്ചിടുവിൻ. താതനുമതുപോലാത്മജനം ൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മഹോന്നതനായ കർത്താവെ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിൻ്റെയും ഉന്നതമായ ശ്രവണോസിൻ്റെയും അലങ്കൃതവും സ്തുത്യർഹവുമായ സിംഹാസനത്തിന് മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോപന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യരുനിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വേർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംരതനായി വസിക്കുന്ന പരിശുദ്ധനും സുതരഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തപിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് 4 വേദപുസ്തക വായനകളുണ്ട്. നിങ്ങൾക്ക് സുവിശേഷ വായന വരെ, ആദ്യത്തെ 3 വായനകൾ വരെ ഇരുന്നു കൊണ്ട് വായനകൾ ശ്രവിക്കാം. ഒന്നാം വായന യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്നും ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവദിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യേശയ്യ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക,
മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കുവാനും നന്മ സ്വീകരിക്കുവാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. എന്നാൽ ദുഃഖത്തിലാണ്ട് പോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടെ നിന്നേരത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെയും ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായി ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച ചെയ്ത വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന. മിഖായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അന്തിമ നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറൂസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ബത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെപ്പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെപ്പോലെയും ആയിരിക്കും. അത് ചവിട്ടിമെതിച്ചും ചീന്തിക്കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ വിശിഹാദൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം.
മഹിമാവല്ലോ വാനിലും മൊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ മിശിഹാതൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തെ മഹിമകൾ പാടുന്നു, താണുവണങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാ ഗീതികളാലെ മിശിഹാതൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ മിശിഹാതൻ തിരുജനനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ പാടിടാം, വാഴ്ത്തിടാം നിത്യം തിരുനാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മിതനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 15 മുതൽ 4-ാം അധ്യായം 6 വരെയുള്ള വാക്യങ്ങൾ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്കു ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീരരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാതീതരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമല്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്:
പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവരുൾ ചെയ്തെന്നോ ദൈവം, നീയല്ലോ മമ വത്സലപുത്രൻ. യുടെ അതിരുകൾ കീഴാകും, ജനതകളഖിലം നിന്നവകാശം. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2, 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന്
സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു ഗൂഹ്യം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇടയന്മാർ മൊഴിയുകയായി പോകാം ബെത്ലഹേം നഗരത്തിൽ, കാണാം മാനവദൂതന്മാർ ചൊന്ന മഹാത്ഭുതമിന്നിവിടെ. പോകുകയായവരതിവേഗം കണ്ടു ദൈവകുമാരകനെ, കേവലമൊരു ചെറുപുൽക്കൂട്ടിൽ അറിയിക്കുകയായവരെല്ലാം അത്ഭുത സംഭവമൊന്നൊന്നായി, അഖിലരെയും സ്തുതിഗീതികളാൽ അതുല മഹേശനെ വാഴ്ത്തുകയായി. ഇടയന്മാർ മൊഴിയുകയായി പോകാം ബെത്ലഹേം നഗരത്തിൽ, കാണാം മാനവദൂതന്മാർ ചൊന്ന മഹാത്ഭുതമിന്നവിടെ. ഇരിക്കാം. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഒരു വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് ലൂക്ക 2:7 വചനമാണ്. മാതാവ് ഉണ്ണിയേശുവിനെ പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. എന്തെന്നാൽ സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. ഈ ഒരു ചെറിയ വാചകമാണ് ഈ രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. സത്രത്തിൽ 2 കാരണങ്ങളാൽ സ്ഥലം കിട്ടാതെ വരാം. ഒന്നെങ്കിൽ സത്രത്തിൽ സ്ഥലമില്ല, അതുകൊണ്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ സത്രത്തിൽ സ്ഥലം ഉണ്ടായിട്ടും കൊടുത്തില്ല, അതുകൊണ്ട് കിട്ടിയില്ല. ഇങ്ങനെ 2 കാരണങ്ങളാൽ സത്രത്തിൽ സ്ഥലം കിട്ടാതെ വരാം. ഏതെങ്കിലുമാകട്ടെ, തിരുക്കുടുംബത്തിന് സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഒരു ഗുഹയിലേക്ക് പോയി അവിടെ യേശുവിന് ജനനം നൽകി. അതിൻ്റെ ഓർമ്മ ഈ രാത്രി നമ്മൾ ആചരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയായിരുന്നു, വാസ്തവത്തിൽ ഈ സത്രത്തിൽ സ്ഥലം കിട്ടാതെ പോയ ഏക വ്യക്തി യേശുക്രിസ്തു അല്ല. സത്രത്തിൽ സ്ഥലം കിട്ടാതെ പോയ ആദ്യത്തെ വ്യക്തിയും യേശുക്രിസ്തു അല്ല. സത്രത്തിൽ സ്ഥലം കിട്ടാതിരുന്നവരും
കിട്ടിയ സ്ഥലം നഷ്ടപ്പെട്ടവരുമായ ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് ഈ രാത്രി വരെ ഉണ്ട്. നമുക്ക് ആദവും അവയും വെച്ച് തുടങ്ങാം. ആ അവയെ കണ്ടപ്പോൾ ആദം പറഞ്ഞ ആദ്യത്തെ അഭിപ്രായം ഇങ്ങനെയാണ്: ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. എന്ന് വെച്ചാൽ ആദത്തിന് ഹവയെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു. ആദത്തിൻ്റെ ഹൃദയവും മനസ്സും നിറച്ച് ഹവയ്ക്ക് ആദം സ്ഥലം കൊടുത്തു. എന്നാൽ പിന്നീട് ആദത്തിൻ്റെ മനസ്സിൽ ഹവയ്ക്ക് സ്ഥലം നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. പഴം തിന്നു കഴിഞ്ഞപ്പോൾ ദൈവം ആദത്തോട് ചോദിച്ചു, നീ എന്തിനാ പഴം തിന്നത്? ആദം പറഞ്ഞു, അത് നീ തന്ന ആ സ്ത്രീ പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചതുപോലെ വല്ല എനിക്ക് ഒരുത്തിയെ തരാൻ, നീ എനിക്ക് വെച്ച് തന്നതാണ്. അവൾ കാരണമാണ് ഞാനിത് തിന്നത്. നോക്കാം, ഇന്നലെ വരെ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമായിരുന്നവൾ ഇന്ന് നീ എൻ്റെ തല കെട്ടിവെച്ച അവൾ. എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: ആദത്തിൻ്റെ മനസ്സിൽ ഹവയ്ക്കുണ്ടായിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടു. ഇനി മുതൽ ആദത്തിൻ്റെ ഹൃദയമാകുന്ന സത്രത്തിൽ ഹവയ്ക്ക് സ്ഥലമില്ല. കായൻ ആബേലിനെ കൊന്നു. കൊല്ലുന്നതിന് മുമ്പേ കായൻ്റെ മനസ്സിൽ ആബേലിന് സ്ഥലം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവനെ കൊന്നുകളഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യാക്കോബിൻ്റെ 2 മക്കളെ ഒന്ന് ചിന്തിക്കുക, യാക്കോബും ഏസോവും. നോക്കണം, അവിടെ ഭാര്യയും ഇളയ മകനും കൂടി അന്ധനായ അപ്പനെയും അനുജനെയും ചതിക്കുക. അങ്ങനെ കൃത്രിമമെല്ലാം കാണിച്ച് കടിഞ്ഞൂൽ അവകാശം തട്ടിയെടുത്ത കഥയൊക്കെ നമുക്കറിയാം. അവിടെ അപ്പോൾ ഈ അപ്പനെയും അനുജനെയും ചതിക്കുമ്പോൾ സത്യത്തിൽ ഈ അമ്മയുടെ മനസ്സിൽ അഥവാ ഈ ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിന് സ്ഥലമില്ല. പ്രായം ചെന്ന അന്ധനായ മനുഷ്യനാണ്. ആ മനുഷ്യനെ ഈ സ്ത്രീ ചതിക്കുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ ആ ഭർത്താവിന് സ്ഥലമില്ല. ഈ അനുജന് യാക്കോബിന് അവൻ്റെ മനസ്സിൽ ഏശാവിന് ചേട്ടൻ്റെ സ്ഥലമില്ല. ഈ അമ്മയ്ക്ക് മൂത്ത മകന് കൊടുക്കാൻ തൻ്റെ ഹൃദയത്തിൽ സ്ഥലമില്ല. അമ്മ ഉണ്ടായിരുന്ന സ്ഥലം മുഴുവൻ ഇളയ മകൻ യാക്കോബിന് കൊടുത്തു. അവിടെ ഭർത്താവിനുണ്ടായിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടു, മൂത്ത മകനുണ്ടായിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടു. എന്നാ ഞാൻ പറഞ്ഞത്, സത്രത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട ഏക വ്യക്തി യേശുക്രിസ്തുവല്ല, ആദ്യത്തെ വ്യക്തി യേശുക്രിസ്തുവല്ല, അനേക വ്യക്തികളുണ്ട്. നമ്മളോരോ കുടുംബങ്ങളിലേക്ക് ചെന്ന് നോക്കുക. ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട എത്രയോ ഭാര്യമാരിന്ന് ജീവിക്കുന്നു. ഭാര്യയുടെ ഹൃദയത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട എത്രയോ ഭർത്താക്കന്മാർ ജീവിക്കുന്നു. ഒരു 2 ദിവസം മുമ്പ് ഒരാളെന്നെ ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ പറയുക, ആ ആളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ്, ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവ് വന്നില്ല. ആശുപത്രി എത്ര ദിവസം കിടന്നിട്ട് ഒന്ന് വന്ന് നോക്കിയില്ല, ഒന്ന് ഫോൺ വിളിച്ചു പോലും ചോദിച്ചില്ല. എന്നിട്ട് എന്നോടാ ചോദിക്കാം, എൻ്റെ അച്ഛാ, എൻ്റെ കെട്ടിയവൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തെങ്കിലും സ്ഥലമുണ്ടോ? ഇല്ല, ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ സ്ഥലമില്ലാത്ത ധാരാളം മനുഷ്യർ ഭാര്യമാരായും ഭർത്താക്കന്മാരായും അപ്പന്മാരായും അമ്മമാരായും സഹോദരങ്ങളായും അയൽക്കാരായും ബന്ധുക്കളായും ഒക്കെ ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്ഥലം ഒന്നെങ്കിൽ അവർക്ക് കിട്ടിയേയില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടു. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയാണ് അവർക്ക് ആരുടെ ഹൃദയത്തിൽ അവരുടെ സ്ഥലം പ്രതീക്ഷിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ സ്ഥലം കിട്ടാതിരിക്കുക, അഥവാ കിട്ടിയ സ്ഥലം നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന പലരുടെ ഹൃദയമാകുന്ന സത്രത്തെ സ്ഥലം കിട്ടിയിട്ടില്ല, അഥവാ കിട്ടിയിരുന്ന സ്ഥലം നഷ്ടപ്പെട്ടു. ഇതുപോലെ എൻ്റെ ഹൃദയമാകുന്ന സത്രത്തിൽ ഞാൻ ചിലർക്ക് സ്ഥലം കൊടുത്തിട്ടില്ല. ചിലർക്ക് കൊടുത്ത സ്ഥലം ഞാൻ തിരിച്ചെടുത്ത് വരെ പുറത്താക്കി. ഇതെല്ലാം ബന്ധത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത്, നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത്, നമുക്ക് ലഭിക്കേണ്ടിടത്ത് അവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ജീവിതത്തിൽ നമുക്ക് സ്ഥലമില്ലാതെ വരിക.
ഇങ്ങനെ സത്രത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നല്ലൊരു രാത്രിയിൽ ഞാനിതെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുത്താനും ഒരുപാട് ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും മനസ്സിനെ ഭാരപ്പെടുത്താനും അല്ല ഇതൊക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ട് പലരും പല ത്യാഗവും ചെയ്തു. പലരും മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ചു, പാലും മുട്ടയൊക്കെ ഉപേക്ഷിച്ചു. പലരും ഈ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയി. ഇതൊക്കെ നല്ല കാര്യമാണ്, ത്യാഗമാണ്, ഒക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറയും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് സത്രത്തിൽ സ്ഥലം കൊടുക്കേണ്ട ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് സ്ഥലം കൊടുക്കുക, അതിനൊരു ത്യാഗമെടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ലോകത്തിൽ ആരൊക്കെ അവരുടെ ഹൃദയമാകുന്ന സത്രത്തിൽ നമുക്ക് സ്ഥലം നിഷേധിച്ചാലും ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിലും മനസ്സിലും നമുക്കെല്ലാവർക്കും എപ്പോഴും സ്ഥലമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക, ഈ ലോകത്തിൽ ആരൊക്കെ അവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥലം തന്നില്ലെങ്കിലും, ആരൊക്കെ അവരുടെ ഹൃദയത്തിൽ നമ്മളെ ചവിട്ടി പുറത്താക്കിയാലും, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിലും മനസ്സിലും നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥലമുണ്ട്. ദൈവം തൻ്റെ ഹൃദയത്തിൽ നിന്ന്, തൻ്റെ മനസ്സിൽ നിന്ന്, തൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു മനുഷ്യനെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല, പുറത്താക്കത്തുമില്ല. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് സ്ഥലം നിഷേധിച്ചല്ലോ എന്ന് നമ്മൾ ഈ രാത്രി വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു സമാധാന വാക്ക് പറയാൻ ആഗ്രഹിക്കുക. ആരൊക്കെ നിങ്ങൾക്ക് സ്ഥലം നിഷേധിച്ചാലും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഒറ്റ മിനിറ്റ് കൂടെ അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥലമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവത്തിന് ഞാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടോ എന്നതും കൂടി ഈ രാത്രി നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, മനസ്സിലും എനിക്ക് സ്ഥലമുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയമാകുന്ന, മനസ്സാകുന്ന സത്രത്തിൽ എൻ്റെ ദൈവത്തിന് ഞാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് കയറുകയും അവനോടൊപ്പം താമസിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. അപ്പം ദൈവം വാതിൽക്കൽ വന്ന് മുട്ടിയിട്ടും ദൈവത്തിന് വേണ്ടി ഹൃദയവും മനസ്സും തുറന്നു കൊടുക്കാതെ ദൈവത്തെ നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിന് പുറത്തു നിർത്തിയിരിക്കുന്ന കുറേ മനുഷ്യരും ഈ ലോകത്തുണ്ട്. ഒരുപക്ഷെ അതിലൊരാൾ നിങ്ങളുടെ ഭാര്യയാണ്, അതിലൊരാൾ നിങ്ങളുടെ ഭർത്താവാണ്, അതിലൊരാൾ നിങ്ങളുടെ മാതാപിതാക്കളാണ്, അതിലൊരാൾ നിങ്ങളുടെ മക്കളാണ്, ഒരാൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഒരാളാണ്, ഒരാളൊരു അയൽവാസിയാണ്, ഒരാൾ ബന്ധുവാണ്. അപ്പോൾ ദൈവം വാതിൽക്കൽ വർഷങ്ങളായി മുട്ടിക്കൊണ്ടിരുന്നിട്ടും ഒന്ന് വാതിൽ തുറന്നു കൊടുക്കാതെ ഉള്ള മനുഷ്യരും ഉണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണുകളടയ്ക്കുമോ? ഈ ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണീശോയ്ക്ക് കാഴ്ചവെക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മാനം കരുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒന്ന് കരങ്ങളിലെടുക്ക്. അതൊരു 24 ദിവസത്തെ നോയമ്പായിരിക്കും, ഇടയ്ക്ക് നടത്തിയ ഉപവാസ പ്രാർത്ഥനയായിരിക്കാം, പള്ളിയിൽ പോയതായിരിക്കാം, കൂടുതൽ ചെയ്ത പരോപകാരങ്ങളായിരിക്കാം, പുണ്യപ്രവർത്തനങ്ങളായിരിക്കാം, ആശയടക്കങ്ങളായിരിക്കാം, ആരോടെല്ലാം ക്ഷമിച്ച് സത്രത്തിൽ സ്ഥലം കൊടുത്തതായിരിക്കാം, അല്ല സ്ഥലം കൊടുക്കാൻ ഒരു തീരുമാനമെങ്കിലും ഈ രാത്രി എടുത്തതായിരിക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ ഈ ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഈ കഴിഞ്ഞ 24 ദിവസത്തും കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ദയവായിട്ട് നിങ്ങളുടെ കരങ്ങളിലെടുക്കുക. എന്നിട്ട് കണ്ണ് തുറക്കുക. ഈ പുൽക്കൂട്ടിലുള്ള ഉണ്ണിയേശുവിനെയും മാതാവിനെയും യേശുപിതാവിനെയും ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അതാ ഉണ്ണീശോയുടെ പാദത്തിങ്കൽ മുമ്പിൽ ഒന്ന് വെക്കുമോ? ആ 3 രാജാക്കന്മാർ വെച്ച പോലെ ഒന്ന് വെക്കുമോ? ഉണ്ണീശോയെ, ഈ 24 ദിവസം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ സമ്മാനം ഇതാ. ഒന്നെങ്കിൽ ഇത്ര ഉണ്ട്, അല്ലെ ഇത്രേ ഉള്ളൂ, അല്ലെ ഒന്നുമില്ല. ഞാനൊരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് വരുന്നു.
നിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി, നിൻ്റെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രാത്രി ഇടയന്മാർ പറഞ്ഞല്ലോ നമുക്ക് ബethlehem വരെ പോകാം. അവർ വന്നു. അവർ റിസ്ക് എടുത്തിട്ടാണ് വന്നത്. കാരണം ആടിനെ രാത്രി കള്ളന്മാർ പിടിച്ചോണ്ട് പോകാം, കാട്ടുമൃഗങ്ങളെ പിടിക്കാം. കൂലിക്കാരായ ഇടയർ ഈ 2 റിസ്ക് എടുത്തിട്ടാണ് തീ കായുന്നതിൻ്റെ സുഖവും വേണ്ടെന്ന് വെച്ച് കൊടിയ തണുപ്പത്ത് നടന്ന് നിന്നെ കാണാൻ വന്നു. നീ അവരുടെ ഹൃദയത്തിൽ ആനന്ദം നിറച്ച് പറഞ്ഞയച്ചു. കർത്താവ് ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്കുണ്ടാക്കിയ 24 ദിവസം കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ കുഞ്ഞു സമ്മാനങ്ങൾ നിൻ്റെ പാദപീഠത്തിൽ വെച്ച് നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലും നിൻ്റെ സമാധാനവും നിൻ്റെ സന്തോഷവും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ സന്തോഷം നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിശബ്ദതയിലൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് ഈ സമ്മാനം സ്വീകരിച്ച് ആട്ടിടയന്മാരുടെ ഹൃദയത്തിൽ നിറച്ച പോലെയുള്ള ഒരു സ്വർഗീയമായ ആനന്ദവും സമാധാനവും എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ ഒന്ന് നിറച്ച് അവിടത്തേക്കുള്ള ഒരു സമ്മാനമായിട്ട് എനിക്കൊന്ന് തരുമോ? എൻ്റെ സമ്മാനം ഞാൻ അവിടുത്തെ പാദപീഠത്തിൽ വെച്ചു. അവിടുന്ന് ഈ രാത്രി എനിക്കും എന്തെങ്കിലും ഒരു സമ്മാനം തരണം. അവിടുന്ന് എനിക്ക് രാത്രി ഒരു സമ്മാനം തരണം. ഇത് ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുക, അഥവാ വാശി പിടിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് നിൻ്റെ സമാധാനം വേണം, എൻ്റെ വീട്ടിൽ നിൻ്റെ സമാധാനം വേണം, നീ തരുന്ന ഒരു ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ വേണം. അതെങ്കിലും തന്നീ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ ജനനത്തിലൂടെ ഞങ്ങൾക്ക് തന്ന ആത്മരക്ഷയൊക്കെയുണ്ട്. അതൊന്നും മറന്നിട്ടല്ല കർത്താവെ ഞാനിത് പറയുന്നത്. എൻ്റെ ഈ ലോക ജീവിതത്തിലെ ഈ സത്രത്തിൽ സ്ഥലമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ, സ്ഥലം നിഷേധിക്കേണ്ട വേദനയിൽ ഞാനത് എൻ്റെ അടുത്ത് പറയുകയാണ്. ഓ കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ ഉറക്കളിച്ചിരുന്ന് നിൻ്റെ സന്നിധിയിൽ അവരുണ്ടാക്കിയ കരുതി വെച്ച് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ സമർപ്പിച്ച് നിശബ്ദതയിൽ എന്ന വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന നീ കേൾക്കണമേ. ഈ ഹൃദയത്തിൽ അല്പസ്ഥലം കൊടുക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു വലിയ അഭിഷേകം തരണമേ. ഹൃദയത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ, അവരുടെ ഭാര്യമാർ അവർക്ക് ഇച്ചിരി സ്ഥലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്. ആ ഭർത്താക്കന്മാർ ആ ഭാര്യമാർക്ക് ഇച്ചിരി സ്ഥലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ഹൃദയത്തിൽ സ്ഥലം നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. ആ മക്കൾ അവർക്ക് അല്പം സ്ഥലം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര ശത്രുതയിൽ കഴിയുന്ന സഹോദരങ്ങളും കൂടപ്പിറപ്പുകളുമുണ്ട്. പരസ്പരം സ്ഥലം അനുവദിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സ്ഥലം നിഷേധിച്ച് കൊല്ലുന്നവരുണ്ട്. കർത്താവെ, പരസ്പര ഹൃദയത്തിൽ സ്ഥലം കൊടുക്കുവാൻ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഓരോ സഹോദരങ്ങളും ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കേട്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ പിതാവേ, ഈ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കറുസൂസ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്നേറ്റ് പറയാം. വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യശിശുവിൻ്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ, തൻ്റെ തിരുക്കുമാരൻ്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരമെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവനുണ്ടാകേണ്ടതിന് അവന് നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ വേഷം ധരിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിരരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ,
മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റിമിജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ പങ്കാരാകുവാൻ അങ്ങയുടെ തിരക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നിരുമനായ യോസേപ്പിനോടും വിനീതരായ ആട്ടിടയരോടും കൂടി ഞങ്ങൾ ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹാവതരനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവിനു പുതിയ കീർത്തനം പാടുവിൻ. കതിരുകൾ നിറയുകയാ, ലോകം പ്രഭയാർന്നു, രാജാവാകും ദൈവസുതൻ പാരി വന്നു പിറന്നപ്പോൾ മോദം ഭൂവിൽ തിരതല്ലി, മാനവവൃന്ദം സ്തുതി പാടി, നവശാന്തി ചുറ്റും ചിറകാർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാപായകന്റെ കമരത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രനെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നിരുമന്മാരുടെയും ഓടഞ്ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സുഹൃതമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവരസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ
ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരുപോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന നാഥനായ അങ്ങയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഞങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മയാധനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ എവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവിന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായ ദാസരൻ തൻ്റെ ദർശനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു.
നന്ദി പ്രാശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സുമധുരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ആവേശത്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മേലധ്യക്ഷനും പിതാവുമായ രമേശ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ ഗുരുരമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനകാമരത്തിൻ്റെയും അങ്ങയുടെ ദുരസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരെയും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ ഭരണവും സമൃദ്ധമായ കൃപയാൽ സംസാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ ദൈവപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും പ്രവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചൊന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിളയവരും ബലഹീനരും ക്ലേശിതരമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷണമായി സുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വീർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യരത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെ നാഥ, ശ്രേഷ്ഠ പുരോഹിതനായ ആഹ്റോൻ വാഗ്ദാന പേടകത്തിൻ്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യപരിമളത്തിൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയ
എനിക്കറിയുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകളെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ തിരുക്കലയുടെ സദൃശവും അവിടുത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരത്വങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ പേണകളാക്കുകയും ജോലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങൾ ഒന്നുയർന്നിപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നിഗൂഢമായിരിക്കുന്നതും പാപവിമോചനത്തിനായി നമുക്ക് വേണ്ടി നൽകപ്പെട്ടതുമായ രഹസ്യമിത ആത്മശരീര വിശുദ്ധിയോടെ നമുക്കിതിനെ സമീപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ നാമം എമ്മാനുവേൽ എന്നായിരിക്കും. എന്തെന്നാൽ ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലർക്കും ഇന്ന് യേശുവെ സ്വീകരിക്കാൻ അവസരമില്ല. ആരോപിയിൽ ഈശോയെ സ്വീകരിക്കാം. കണ്ണുകളടച്ച് കർത്താവെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഇതാ എൻ്റെ ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥലമൊരുക്കി ഞാൻ കാത്തിരിക്കുന്നു. അവിടുന്ന് കടന്നു വന്ന സ്ഥലം ഏറ്റെടുത്ത് അവിടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സകല മനുഷ്യ സങ്കല്പങ്ങൾക്കും അതീതമായി ദൈവപുത്രനായ മിശിഹ ഒരു ശിശുവായി പുൽത്തൊട്ടിയിൽ പിറന്നുവല്ലോ. ഞങ്ങൾ അർപ്പിച്ച ഈ ബലിയിൽ അവിടുന്ന് സ്വയം മറച്ച് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തന്നത്തിനെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എളിയ സാഹചര്യങ്ങളിൽ പോലും അങ്ങയുടെ സാന്നിധ്യം അന്വേഷിക്കുവാനും വിവേചിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായെ മനുഷ്യപദാരം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുപ്പിറവിയുടെ സദ്വാർത്ത കേട്ട് ആനന്ദിക്കുവാനും അതറിയിക്കുവാനും എളിയവരായ ആട്ടിടയന്മാരെ നീ അനുഗ്രഹിച്ചുവല്ലോ. ഈ സദ്വാർത്ത ആഴത്തിൽ ഉൾക്കൊണ്ട് ലോകത്തെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്ന് നിരന്തരം പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പൂർവപിതാക്കൾ കരുളുകയായി വിവിധ തരത്തിൽ കാലത്തിൽ പ്രവചനമഖിലം സമയത്തിൻ തികവിൽ തിരുസുധനാഗതനായി
പാപത്തിൻ മതിൽ നീക്കുകയും പരമാനന്ദം നൽകുകയും കനിവോടു ചെയ്തതിനാദരവായി കരുണാരൂപനെ വാഴ്ത്തിടാം. എന്നീ ബലിയിലണഞ്ഞിടാൻ കഴിയാത്തവരിൽ കർത്താവിൻ കൃപയുണ്ടാകണമെന്നാളും ദിവ്യാനുഗ്രഹമതുപോലെ പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരിൽ തിരുജനനം വരമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി. കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ